സുഹൃത്തുക്കളെ, ഞാൻ ഏറെ ആദരവോടെ കാണുന്ന രണ്ടു പേരാണ്. അതിലൊന്ന് ലോറിക്കാരൻ മനാഫ്, മറ്റൊന്ന് അൻസാരി സുഹരി ഉസ്താദ് ആലപ്പുഴ. ഈ രണ്ടുപേരെയും ആദരവോടെ ബഹുമാനത്തോടെ കാണാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. നമുക്കറിയാലോ, ലോറിക്കാരൻ മനാഫ് അദ്ദേഹത്തെ എങ്ങനെയാണ് നമ്മൾക്ക് പരിചയപ്പെട്ടത്? അദ്ദേഹത്തിന്റെ വളരെ നന്മ നിറഞ്ഞ ഒരു പ്രവർത്തനത്തിന്റെ ഫലമായി അല്ലേ? എങ്കിൽ ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം, 2 ദിവസങ്ങൾക്ക് മുമ്പ് മനാഫിന്റെ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം അൻസാരി സുഹരിക്കെതിരെയാണ് പറയുന്നത്. എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് മുഴുവനായിട്ട് ഞാൻ കേട്ടു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വീഡിയോയിൽ മനാഫിനെ പരാമർശിക്കുന്നുണ്ട്. അത് മനാഫ് തന്നെ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കാണാം ആദ്യം. തൗബ അൽ അനാഫ് എന്ന് പറഞ്ഞ സൂറത്തുകളില് ഏറ്റവും സമാധാനപരമായ മതമാണ് ഇസ്ലാം എന്ന് പറയും. ഞാൻ പഠിക്കുന്നത് ഹിന്ദു മാനേജ്മെന്റിലാണ്. അപ്പം ആ ഒരു ഇതെടുത്ത് നോക്കാം. ഇവരൊക്കെയല്ലേ യഥാർത്ഥ വർഗീയവാദികൾ. ആലോചിക്കേ, ഇവിടെ കബീർ ഉസ്താദ് അടക്കമുള്ള ആളുകൾ, കബീർ ബാക്കി അടക്കമുള്ള ആളുകൾ കോൺവെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. ഈ ആളുകളെയും സ്കൂളുകളെയും വേർതിരിച്ച് ഞാൻ ഹിന്ദു മാനേജ്മെന്റ് ആണ്, ഞാൻ മുസ്ലിം മാനേജ്മെന്റ് ആണ്, ഇത് തന്നെ ഏറ്റവും വലിയ വൃത്തികേട്. മനസ്സിലായ? ഇവരാണ് ഈ നാട്ടിൽ വർഗീയത ഉണ്ടാക്കുന്നത്. സ്കൂളിൽ പഠിച്ചു, കോളേജിൽ പഠിച്ചു എന്ന് പറഞ്ഞാൽ പറ്റും. എത്ര ഹിന്ദു മുസ്ലിം എന്ന് കേട്ടത്? ആ കൊച്ചിന് വേറെ വല്ല പറയാണ്ട്. അപ്പൊ ആ ഒരു ഇതെടുത്ത് നോക്കി കഴിഞ്ഞപ്പോ സൂറത്തുൽ വീണ്ടും മനാഫ്. ഇവിടെ ഒരിക്കലും മനാഫ് എന്ന വാക്ക് ആ സ്ത്രീ അവിടെ പറയുന്നില്ല. നിങ്ങൾ കേട്ടില്ലേ? അത് പറയാതെ ഇസ്ലാമിന്റെ ഓരോ കാര്യങ്ങൾ പറയുമ്പോഴാണ് ഉസ്താദ് മനാഫി എന്ന് പറയുന്നത്. ഇവിടെ അർജുനും മനാഫുമായിട്ടുള്ള ബന്ധം, മുതലാളിയും തൊഴിലാളിയുമായിട്ടുള്ള ബന്ധം, അവിടങ്ങളിൽ പോലും പല ആളുകളും മതം കയറ്റാൻ വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. ഇത് മനാഫ് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അർജുന കിട്ടാതെ വന്ന സമയങ്ങളിൽ മനാഫിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പല ആൾക്കാരും രംഗത്ത് വരണ്ടായി. മനാഫ് മദ്രസയിൽ പഠിച്ച വ്യക്തിയാണ്, അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഈ സംഭവമൊക്കെ നടന്നതിന് ശേഷവും കുടുംബവും അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരേണ്ടായി അല്ലെ? അതൊക്കെ നമ്മൾ കണ്ടതാണ്, പല രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അപ്പോൾ ഇതിനെ പല ആൾക്കാരും മതത്തിന്റെ ലേബലിൽ കയറ്റാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ പറയുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ മതത്തിന്റെ കാര്യം പറയുമ്പോൾ ഉടനെ മനാഫിന്റെ പേര് പറയുന്നത്, അത് ആ പറയുന്ന വീഡിയോയിൽ പറയുന്ന സ്ത്രീകളെ ട്രോളാണ്. അതിലപ്പുറം മറ്റൊന്നുമല്ലത്. അദ്ദേഹത്തിന്റെ പല വീഡിയോകളും അങ്ങനെ തന്നെയാണ്. മനാഫ് മറ്റൊരു വീഡിയോ അതിൽ കാണിക്കുന്നുണ്ട്. അതില് അദ്ദേഹം ആ രീതിയിൽ തന്നെ അങ്ങനെയാണ് പ്രതികരിക്കുന്നത് അത്തരം ആളുകളോട്. അത് അദ്ദേഹത്തിന്റെ ഒരു ശൈലിയാണ്. അത് നമ്മളൊക്കെ എന്ത് ചെയ്യുക, ആ രീതിയിൽ എടുക്കുക എന്നുള്ളതാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. പിന്നെ മനാഫ് അവന് റീച്ചിന് വേണ്ടി പലതും ചെയ്യുകയാണെന്നും അവനൊരു ഇസ്ലാമിക വാദിയാണെന്നും പല രീതിയിൽ ആ സമയത്ത് ചർച്ച ചെയ്യപ്പെടുണ്ടായി. പിന്നീട് ആ മൃതദേഹം അവിടെ നിന്ന് കിട്ടുമ്പോഴാണ് മനാഫ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യനെ കുറിച്ച് നമ്മളെ കേരളം തന്നെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതും അവന് സപ്പോർട്ട് ചെയ്തതും. പക്ഷെ മനാഫ് ഇവിടെ ആ വിഷയത്തിൽ തെറ്റിദ്ധരിച്ചോ എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അന്ന് തന്നെ ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ അതിന്റെ താഴെ ഒരു കമന്റ് എഴുതുകയുണ്ടായി. ഉസ്താദിന്റെ വാക്കുകൾ കേട്ടിട്ട് അങ്ങനെ തോന്നാറില്ല, തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ തീർത്ത് മുന്നോട്ട് പോവുക, രണ്ടാൾക്കും നല്ലത് വരട്ടെ എന്നായിരുന്നു. കാരണം രണ്ടുപേരെയും നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. ഇനി മനാഫുമായിട്ട് ബന്ധപ്പെട്ട ആ കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷം അർജുന്റെ കുടുംബം മനാഫിനെതിരെ രംഗത്ത് വന്നല്ലോ. അന്ന് ഉസ്താദ് പറഞ്ഞ ചില വാക്കുകളുണ്ട്, അൻസാരി സുഹരി പറഞ്ഞ, അതും കൂടെ മനാഫ് ഒന്ന് കേൾക്കേണ്ടതുണ്ട്. മനാഫും ഭാവിയിൽ മനാഫാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരും ഒരുവേള നമ്മളെല്ലാവരും ആഗ്രഹിച്ചാണല്ലേ മനാഫായിരുന്നു എങ്കിലെന്ന്. കാരണം സൗഹൃദത്തിന്റെ ആഴവും പരപ്പും എത്രമേൽ അനശ്വരമാണ് എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരു ബാന്ധവുമായിരുന്നു അർജുൻ മനാഫ്. 72 ദിവസം 72 ദിനരാത്രങ്ങൾ തന്റെ പറഞ്ഞവനല്ല, രക്തത്തിൽ പറഞ്ഞവനല്ല, ഒരു മുതലാളി തന്റെ തൊഴിലാളിക്കപ്പുറം സൗഹൃദത്തിന്റെ വിലയും മഹത്വവും കാണിച്ചു തന്ന മനാഫിന്റെ കരുതൽ ആ പുഴയുടെ തീരത്ത്. അവസാനം അർജുന്റെ ബോഡി കിട്ടുന്ന സമയത്ത് ചാനലുകൾക്ക് മുമ്പിൽ മനാഫ് പറഞ്ഞൊരു വാക്കുണ്ട്, അവന്റെ അമ്മക്ക് ഞാൻ വാക്ക് കൊടുത്താണ്, അവന്റെ ബോഡിയും കൊണ്ടേ വരുള്ളൂ. ആ വാക്ക് കേട്ട് നമ്മുടെ എല്ലാം കണ്ണ് ഈറണിഞ്ഞു പോയി, നമ്മുടെയൊക്കെ ഹൃദയം വല്ലാതെ നൊന്തുപോയി. അത്രയും അനശ്വരമായിരുന്നു അവർ തമ്മിലുള്ള ബന്ധം. ഇതൊക്കെ യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷേ മനാഫ് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം സഹജമായൊരു സ്വഭാവമുണ്ട്. ദുഃഖമാണെങ്കിലും സന്തോഷമാണെങ്കിലും നിത്യമായി ആസ്വദിക്കാൻ കഴിയത്തില്ല. ഇത്തരത്തിലൊക്കെയാണ് മനാഫിനെ കുറിച്ച് ഉസ്താദ് പറഞ്ഞത്. മനാഫ് ചെയ്ത നല്ല കാര്യത്തെ അഭിനന്ദിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഈ വിഷയം മീഡിയകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനാഫ് ഒരുപാട് മീഡിയകൾക്ക് മുമ്പിൽ വരുന്നുണ്ട്, അത് പല രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. ആ സമയത്തും മനാഫിന് ഉസ്താദ് ഒരു മുന്നറിയിപ്പ് തന്നിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ FB-യിൽ നമുക്ക് എങ്ങനെ വായിക്കാം. ഒറ്റപ്പെടും മുമ്പ് മനാഫ് അറിയണമെന്നായിരുന്നു. നിങ്ങളിലെ മനുഷ്യനെയും മനുഷ്യത്വത്തെയും മതത്തിനപ്പുറം കേരള മനസ്സ് തിരിച്ചറിഞ്ഞതാണ്. മതം നോക്കി നന്മ തിന്മകളെ വേർതിരിക്കുന്നവർ മാത്രമേ അങ്ങയെ പരിഹസിക്കുള്ളൂ. എന്നാൽ മനുഷ്യരെല്ലാവരും നിങ്ങൾക്കൊപ്പമുണ്ട്. എന്നാൽ സ്വന്തം ശരികൾ ബോധിപ്പിക്കാൻ ശ്രമിച്ച് സമയം കളയൽ ഐസ് കട്ടക്ക് പെയിന്റ് അടിക്കും ഫലമേ ഉണ്ടാകൂ. അതിനാൽ അമിതമായ മീഡിയ അഭിമുഖങ്ങൾ ഒഴിവാക്കുക. കാരണം
ചിതയിൽ നിന്ന് വീടി കത്തിക്കുന്നവരാണ് മീഡിയക്കാര്. അവർ കൊളുത്തുന്ന അടുത്ത തീയിൽ നിങ്ങൾ മാത്രമേ വേവ് ചുറ്റും നിന്ന് മൂപ്പിച്ചു ചേരുന്ന ചില മോട്ടോർ കമ്പനികൾ ഉണ്ടായെന്ന് വരില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് തന്നെ നല്ലൊരു മുന്നറിയിപ്പാണ് മനാഫിന് അവിടെ കൊടുക്കുന്നത്. അപ്പൊ മനാഫിന്റെ നന്മ ആഗ്രഹിച്ചു മനാഫിനെ ഒരിക്കലും പരിഹസിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല അദ്ദേഹം ചെയ്തിട്ടുള്ളത്. മനാഫ് ആ രീതിയിൽ തെറ്റിദ്ധരിച്ചതാണ്. അപ്പൊ ആ വീഡിയോന്റെ കമന്റിൽ തന്നെ ധാരാളം പേര് അദ്ദേഹത്തോട് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ പൊതുജനത്തിന് തന്നെ അറിയാം ഇസ്ലാമിന്റെ ഖുർആനിന്റെ ആശയങ്ങൾ പറയുമ്പോൾ അവിടെ അദ്ദേഹം മനാഫ് എന്ന് പറയാൻ തന്നെ കാരണം നിങ്ങൾ ചെയ്ത മഹത്വരമായ ഒരു കാര്യത്തിന്റെ ഒരു വലിയ അംഗീകാരമായിട്ടാണ് നിങ്ങൾ അതിനെ കണക്കാക്കേണ്ടത്. അതൊരു മറ്റു രീതിയിൽ ചിത്രീകരിച്ചത് എന്തിന്റെ പേരിലായാലും ശരിയല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.